കേന്ദ്ര ഗവൺമെൻറ് ജോലികൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ മാനദണ്ഡമാക്കുന്ന ജോലികൾ വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. സിവിൽ സർവീസസ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ എക്സാംസ്, ബാങ്കിങ്, ഇൻഷുറൻസ് മേഖലയിലെ എക്സാംസ്, റെയിൽവേസിലെ ഓഫീസർ ഗ്രേഡിലുള്ളവരുടെ എക്സാംസ്, ഇതിനെല്ലാം ഡിഗ്രിയാണ് മാനദണ്ഡമാക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സർവീസസിലെ ഓഫീസർ പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ജോലികൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് റെഡിയാകുക. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കോച്ചിങ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഈ പരീക്ഷ എഴുതി ജയിച്ചാൽ തന്നെ മിനിമം 2 വർഷത്തെ സീനിയോറിറ്റി നിങ്ങൾക്ക് നഷ്ടപ്പെടും. എന്ന് വെച്ചെന്നാൽ അത് നിങ്ങളുടെ പ്രൊമോഷനെ ബാധിക്കും, സാലറിയെ ബാധിക്കും. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പരിഗണനയോ പ്രൊമോഷനോ ഒന്നും കിട്ടത്തില്ല. മാത്രമല്ല, ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചവർ നേരത്തെ തന്നെ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ റിട്ടയർ ചെയ്യുന്നിടം വരെ അവരെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേടും നിങ്ങൾക്കുണ്ടാകും. ഡിഗ്രിക്ക് നിങ്ങൾ ഏത് വിഷയമാണ് പഠിച്ചതെന്ന് മാനദണ്ഡമാക്കുന്നത് വളരെ വളരെ കുറച്ച് ജോലികൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു 95% കേന്ദ്ര ഗവൺമെൻറ് ജോലികൾക്കും ഏത് സബ്ജക്റ്റിലേലും ഡിഗ്രി പാസ്സായച്ചാൽ മാത്രം മതി. അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ പരീക്ഷ എഴുതുക, ജോലിയിൽ പ്രവേശിക്കുക.